हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल ഔദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 31 മെയ് 2025 ശനിയാഴ്ചയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ 4:30 മണിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് രാഹയോദയുടെ സമയമാണ്. കാദിയാൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹയോദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഈ സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ മുഴുവൻ സീരീസിലും ഹജ്ജിനെ സംബന്ധിച്ചും അതിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചുമായിരിക്കും സംസാരിക്കുക. പ്രിയ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ രാഹയോദ ലൈവ് ആയതിനോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണപ്പെടുന്ന എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ്, ടെക്സ്റ്റ് മെസ്സേജ്, ഫാക്സ് മെസ്സേജ്, അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരം നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒരു പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബ്, ബഹുമാനപ്പെട്ട മൻസൂർ അഹമ്മദ് സാഹിബ് മസ്റൂർ നമ്മുമായിട്ട് ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ സമുദായത്തിനും സംഘടനയ്ക്കും ഒരു സമ്മേളന നഗരി ഉണ്ടായിരിക്കുന്നതാണ്. തങ്ങളുടെ ആദർശങ്ങളെയും പിൻപറ്റുന്നവർ, ഒരേ ആദർശങ്ങളെ പിൻപറ്റുന്നവർ ഒരുമിച്ച് കൂടുന്നതിനായുള്ള ഒരു കേന്ദ്രം ഉണ്ടായിരിക്കുന്നതാണ്. അതിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും സുദൃഢപ്പെടുത്തുകയും സാമൂഹിക ബന്ധങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. പരസ്പരമുള്ള ഐക്യത്താൽ എതിരാളികൾ നേരിടുകയും ചെയ്യുന്നു. അവിടെ ഒത്തൊരുമയുടെയും അതുപോലെ തന്നെ സംസ്കാരത്തെയും അവർ ഒരുമിച്ച് പിടിക്കുന്നു. സമുദായത്തിലുള്ളവർ പരസ്പര ഐക്യത്തെ വളർത്തുകയും ചെയ്യുന്നു. ഇസ്ലാം എന്നുള്ള അവസാന മതം, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ കേന്ദ്രം അത് മക്കയാണ്. ഈ ഒരു മക്കയിൽ അനവധി അടയാളങ്ങൾ അല്ലാഹു കാണിച്ചിരിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യം സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹജ്ജിലെ ഒരു കാര്യം അത് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, മസ്തൈസറ മിനൽ ഹാദിയ, എന്ത് ബലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ അതിനെ ബലി കഴിപ്പിക്കുക. എന്തിനാണ് ബലി കഴിപ്പിക്കുന്നത്, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? ജസാക്കുമുല്ലാഹ് വസ്സനസ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ വലിയ പെരുന്നാൾ വരികയാണ്. അത് സംബന്ധമായിട്ട് മുസ്ലിങ്ങൾ മുഴു ലോകത്തും എവിടെയെല്ലാമാണ് മുസ്ലിങ്ങളുള്ളത് അവർ ബലി കഴിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. മുഴു ലോകത്തും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംബന്ധമായിട്ടാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്. എന്താണ് ബലി, എന്താണ് അതിൻ്റെ ഹിക്മത്ത്, എന്തിനാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്? ഒരു സംശയമില്ല, ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം മുഖാന്തരം ജമാഅത്തുമായിട്ട് ബന്ധപ്പെടുന്നതോടൊപ്പം ഈ ഒരു ബലിയുടെ കുർബാനിയുടെ യാഥാർത്ഥ്യം അത് മറ്റുള്ളവർക്ക് ആർക്കും അത് അറിയില്ല.
മുസ്ലിമിൻ്റെ ചെറിയൊരു ഉദ്ധരണി ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മനസ്സിലാവുന്നതാണ്, ഇത് ഖുത്ബ ഇൽഹാമിയയിൽ, അതായത് ഒരു ബലി പെരുന്നാൾ ദിവസത്തിൽ ഹുസൂർ അള്ളാഹു ഇൽഹാമായി കൊണ്ടിറക്കിയ ഒരു പ്രസംഗം, ഒരു അറബിയായിൽ നിങ്ങൾ പ്രസംഗിക്കുക എന്ന് അള്ളാഹു ഇൽഹാം ഇറക്കുകയുണ്ടായി. നിങ്ങൾക്ക് അറിവ് നൽകിയിരിക്കുന്നു, കഴിവ് നൽകിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹു ഇൽഹാം ഇറക്കുകയും അതൊരു പ്രസംഗ രൂപത്തിൽ അവിടെ നിന്ന് നൽകുകയും ചെയ്യുകയുണ്ടായി. അതിനെയാണ് ഖുത്ബ ഇൽഹാമിയ എന്ന് പറയുന്നത്. അതിൽ ബലിയെ, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ബർക്കത്തിനെ സംബന്ധിച്ചും അവിടുന്ന് പറയുകയുണ്ടായി. ഒരു വലിയൊരു ഖുത്ബയാണ്, ഖുത്ബ ഇൽഹാമി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉദ്ധരണിയാണ്. അതിൻ്റെ ഉൾച്ചുരുക്കം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഹുസൂർ പറയുന്നു, ഇന്ന ദുഹായിൽ മത്തായ തുവസ്സിലു ഇല റബ്ബിൽ ബറായ വത്തംഹുൽ ഖത്തായ വത്ഫഉൽ ബലായ ഹാസാമ ബലഗന മിൻ ഖൈരിൽ ബരിയ അലൈഹി സലവാത്തുസ് വബറകാത്ത്. അതായത് ബലി എന്നുള്ളത് അത് യാത്ര ചെയ്യാനുള്ള ഒരു മാർഗമാണ്, അള്ളാഹുലേക്ക് എത്താനുള്ള. അത് ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കുന്നു. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലഭിച്ചതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അദ്ദേഹത്തിന് മുകളുണ്ടാവട്ടെ. ഖുർബാൻ എന്നുള്ള വാക്ക് അത് വിശുദ്ധ ഖുർആൻ 2 പ്രാവശ്യം വന്നിരിക്കുന്നു. ഒന്ന്, പല രീതിയിലും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർബാൻ എന്നുള്ള വാക്ക് കറുബ യഖ്റുബ എന്നുള്ള റൂട്ട് വേർഡിൽ നിന്ന് വന്നതാണ്. ഇസ്ലാം കുല്ലമ യുതഖറു ബിഹി ഇലല്ലാഹ് മിൻ സബിയത്തുൽ വാഹിദ്, അതാണ് ഖുർബാനി. എന്തെല്ലാം കാര്യമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം അത് ലഭിക്കുന്ന എന്തെല്ലാം കാര്യമാണോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അതിനെയാണ് ഖുർബാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുർബാനി എന്താണിത്? എല്ലാ ലോകത്തുള്ള മതങ്ങളും അതിലെല്ലാത്തിലും ചരിത്രത്തിൽ എന്തെങ്കിലും രീതിയിൽ ഖുർബാനി അല്ലെങ്കിൽ ബലിയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നു. ഒരു മതവും അതില്ലാതില്ല. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വമാലിക്കുല്ലി ഉമ്മത്തിൻ മൻസക്കൻ, എല്ലാ ഉമ്മത്തിനു വേണ്ടിയിട്ടും എല്ലാ സമൂഹത്തിനും വേണ്ടിയിട്ടും ത്യാഗത്തിൻ്റെ ബലിയുടെ ഒരു മാർഗമുണ്ടെന്ന്. എല്ലാ മതത്തിലും ബലിയെ സംബന്ധിച്ച്, ഖുർബാനിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യനെ ബലി കഴിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബലി അതെന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, മാ ഹാദിഹി സബാഹ, ഈ ഖുർബാനി, ഈ ബലി അതെന്താണ്? പറയുകയുണ്ടായി, സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ സുന്നത്താണത്. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു വാക്കിൽ ഇതിൻ്റെ വിശദീകരണം വന്ന്, ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്താണ്. വിശുദ്ധ ഖുർആനിലെ പല ഭാഗങ്ങളിലും ഇബ്രാഹിമിൻ്റെ മതത്തെ പിന്തുടരാൻ പറയുകയുണ്ടായി. അതിനെ പിന്തുടരുന്ന മഹാത്മ്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ട് ആണ് ഈ ഒരു ഉമ്മത്ത് സ്ഥാപിതമായിട്ടുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അസ്തിത്വം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ടാണ്. കാനദാവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ ഫലമായിട്ടാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ ഖുർബാനി, യഥാർത്ഥ ത്യാഗം അതെന്താണ്? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത് ഒരു ആലങ്കാരികമായ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ മോശപ്പെട്ട വികാരങ്ങൾ, അതിൽ നിന്ന് മുക്തി ലഭിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഖുർബാനി, ത്യാഗം അല്ലെങ്കിൽ ബലി എന്നുള്ളത്. മനുഷ്യൻ അവൻ്റെ വികാരങ്ങളെ, വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ വികാരങ്ങൾ, അത് അള്ളാഹുവിൻ്റെ കീഴിൽ വെക്കുക. അപ്പോൾ എന്താണ് ഖുർബാനിയുടെ ബാക്ക്ഗ്രൗണ്ട്? അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് അബി ഇബ്രാഹിം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ നാം നോക്കുമ്പോൾ പല ഇടങ്ങളിലും ഇത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ മഹത്വപരമായിട്ടുള്ള ഒരു ത്യാഗം, ആ ഒരു ബലി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മുഖാന്തരം അതിൻ്റെ ഫലം എങ്ങനെയാണ് അത് കാണപ്പെട്ടത്? ഇസ്മായിൽ സന്തതികളിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയുണ്ടായി. ഇത് വലിയൊരു മോചിതയാണ്, വലിയൊരു ആ ഒരു ത്യാഗത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതായത് വൃദ്ധനായിരിക്കുമ്പോൾ ഒരു പുത്രൻ
അള്ളാഹു നൽകുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് മലക്കുകൾ പറയുകയുണ്ടായി, നിനക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ പത്നി പറയുന്നു, ഞാനൊരു വൃദ്ധയാണ്, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു വൃദ്ധനാണ്, എങ്ങനെയാണ് സാധ്യമാവുക? അപ്പോൾ അങ്ങനെ ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു അവസരത്തിൽ കുട്ടിയെ നൽകുന്നു. പിന്നെ നിങ്ങൾക്കറിയുന്ന ആ ഒരു സംഭവങ്ങൾ, അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ മക്കയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംഭവം, വാദിയെ ഗൈർ സീസർ, അതായത് ഒന്നും തന്നെ മുളക്കാത്ത ഒരു തരിശ് ഭൂമിയിൽ, ഒരു വെള്ളത്തുള്ളി പോലും ഇല്ലാത്തൊരു ഭൂമിയിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട്, ഭരമേൽപ്പിച്ചുകൊണ്ട്. അവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫലമ്മ ബലഗു, ഇസ്മായിൽ അലൈഹി ഇസ്ലാം കുറച്ച് വലുതായപ്പോൾ, പിതാവിനോടൊപ്പം ഓടിക്കളിക്കാനുള്ള പ്രായമായപ്പോൾ, ആ ഒരു സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വീണ്ടുമായിട്ട് അള്ളാഹുവിൽ നിന്ന് സ്വപ്നം നൽകുന്നതായിരുന്നു, നിങ്ങളുടെ കുട്ടിയെ ബലി കഴിപ്പിക്കുന്നതായിട്ട്. പറയുകയുണ്ടായി, ഞാൻ വീണ്ടുമായി കാണുന്നു, ചെറുപ്പം മുതലേ കാണുന്നു, ഞാൻ നിന്നെ ബലി കഴിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ഇപ്പോൾ നീ വലുതായിരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നൊരു പ്രായമാണ്, നീ പറയുക, ഇനി എന്താണ് നീ ചെയ്യുക എന്നുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, ഫഫൽ മത്തുമർ സതജിദൂനി ഇൻഷാല്ലാഹു മിനസ് സാബിരീൻ. അല്ലയോ എൻ്റെ പിതാവേ, നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൽ നിന്ന് കൽപ്പന നൽകിയത് ചെയ്തു കൊള്ളുക, ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നീ കാണുന്നതാണ് എന്ന്. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അള്ളാഹു ഇൽഹാമ ഇറക്കുകയുണ്ടായി, കത് സദ്ദഖ്ത റോയാക്ക, നിന്റെ സ്വപ്നത്തെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇസ്മായിൽ ഇസ്ലാമിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഫവാദൈനാഹും ബിസബീൻ അസീം, ഒരു മഹത്വമായിട്ടുള്ള ഒരു ബലി അവിടെ നിന്ന് കഴിപ്പിക്കുകയുണ്ടായി, അതായത് ഒരു ആടിൻ്റെ ബലി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മുഖാന്തരം നമുക്ക് കിട്ടിയ ആ ഒരു ഇർഫാൻ, അറിവ്, അവിടെ വലിയൊരു കുർബാനി വലിയൊരു ബലി എന്ന് അള്ളാഹു പറഞ്ഞത് മസീഹ് ഇസ്ലാം പറയുന്നു, ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും ഖാന കാബ ഉണ്ടായതും. അപ്പോൾ അവിടുന്ന് ദുആ ചെയ്യുകയുണ്ടായി, റബ്ബന വബഅസ്ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ ഫീഹിം, അതായത് അള്ളാഹുവേ, നീ ഈ ഒരു പട്ടണത്തിൽ ഈ ഒരു അതിമഹോന്നതനായ ഒരു പ്രവാചകനെ നീ അയക്കുക എന്നുള്ളത് ദുആ ചെയ്യുകയുണ്ടായി. ആ ഒരു ദുആയെ അള്ളാഹു അതിനെ പൂർത്തിയാക്കുകയുണ്ടായി. അങ്ങനെ 2500 വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് ആ ഒരു ദുആയെ പൂർത്തിയാക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സന്തതിയിൽപ്പെട്ടതാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയെ പൂർത്തീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ത്യാഗത്തെ അവിടുന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അള്ളാഹു ആ ഒരു ത്യാഗം, ആ ഒരു ബലിയുടെ ഫലമായിക്കൊണ്ട് അവിടുന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഒരു അതിമഹത്വമായ ഒരു പ്രവാചകനെ നൽകുകയുണ്ടായി. നിങ്ങൾ നോക്കുക, ഈ സബീഹുല്ല ഫദൈനഹും ബിസബീൻ അസീം എന്നുള്ളതിൻ്റെ അർത്ഥം അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മസീഹ് ഇസ്ലാം പറഞ്ഞ പോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നോക്കുക, അവിടുന്ന് ജനിച്ച വീട്, അവിടെ ബിംബാരാധകരായിരുന്നു അവിടെ എല്ലാവരും. ദൈവത്തെ വാങ്ങുന്നതും ദൈവത്തെ വിൽക്കുന്നവരുമായിട്ടുള്ള ജനങ്ങളായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ജനിക്കുകയുണ്ടായി. പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടുന്ന് തൗഹീദ് നിലനാട്ടാൻ വേണ്ടിയിട്ട് എത്ര അവിടുന്ന് പരിശ്രമിക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ട് 2500 വർഷങ്ങൾക്ക് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. 307 ബിംബങ്ങളായിരുന്നു കഅബയിലുണ്ടായിരുന്നത്. അങ്ങനെ തൗഹീദിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ആദ്യത്തെ ഭവനം, അതിൽ ഇത്രയധികം ബിംബങ്ങളായിരുന്നു. അവിടുന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ആ ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ദൗത്യത്തെ അത് അതിമഹോന്നതമായ രീതിയിൽ വീണ്ടും അത് കാണിക്കുകയുണ്ടായി. അങ്ങനെ തൗഹീദിനെ നിലനാട്ടുകയുണ്ടായി.
അങ്ങനെ ആ ഒരു അസീം സഭ, ഏറ്റവും മഹത്തമായിട്ടുള്ള ഒരു ബലി, അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പറയുകയുണ്ടായി, ഖാന കാബയുടെ, അത് കാബയുടെ ഉണ്ടാക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് ഒരു ദൈവത്തെ ആരാധിക്കുകയാണ്. പക്ഷേ ആ നുബുവത്തിൽ നിന്ന് ദൂരപ്പെട്ടപ്പോൾ ജനങ്ങൾ ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയുണ്ടായി. അവസാനം ആ സമയം വരികയുണ്ടായി, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദുആയുടെ ഫലമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയുണ്ടായി. ഇസ്മായിൽ ഇസ്ലാമിനെ ആ ഒരു ബലി കഴിപ്പിക്കുന്ന രക്ഷപ്പെട്ടത് അതൊരു വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. അതെന്തിനാണ്? അത് ആ ഒരു ത്യാഗത്തിൻ്റെ ഫലമായിക്കൊണ്ട് അതിന് നൽകിയ പ്രതിഫലം, ആ ഒരു സബ, ആ വലിയൊരു കുർബാനി, അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇത് വലിയൊരു സംഭവമാണ്. എന്താണ് ബലിയുടെ ഒരു അടയാളം? അതിൻ്റെ ഒരു അടയാളം, ഒരു പ്രകടമായിട്ടുള്ള അടയാളം പോലെ മൃഗങ്ങളെ ബലി കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് നാം ബലി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്നു. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉപകാരങ്ങളും പലതുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതും അതിൻ്റെ ഉദ്ദേശമാണ്. പല ആയത്തുകളും ആർക്കൊക്കെ ആ ഒരു മാംസത്തിൽ നൽകണമെന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ബലിയുടെ യഥാർത്ഥ ഉദ്ദേശം അത് തഖ്വ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതായത് ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ഉദ്ദേശം എന്നുള്ളത് ആത്മപരിശുദ്ധിയാണ്. മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, ഇസ്ലാം ചീസ് ക്യാ ഹൈ ഖുദാ കെ ലിയെ ഫലാ. ഇസ്ലാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അള്ളാഹുവിന് വേണ്ടിയിട്ട് തന്നെ മരിപ്പിക്കുകയും അള്ളാഹുലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അർത്ഥമെന്ന് പറയുകയുണ്ടായി. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഉൾച്ചുരുക്കം എന്നുള്ളത് മനുഷ്യൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ വികാരങ്ങളെ മരിപ്പിക്കുകയും അത് അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇസ്ലാമിക എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ അധ്യാപനങ്ങളുടെയും ഉൾച്ചുരുക്കവും അടിസ്ഥാനവും ഇത് തന്നെയാണ്. അപ്പം മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് അതിൻ്റെ തൊലിയിൽ, അതിൻ്റെ പുറന്തോടിൽ മാത്രം അത് ഒതുങ്ങിക്കൊണ്ട് വെറും ഒരു മൃഗത്തെ ബലി കഴിപ്പിച്ചുകൊണ്ട് ബലിയായി എന്ന് ധരിക്കേണ്ട. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ആത്മപരിശുദ്ധി എന്നുള്ളതാണ്. സ്വന്തം നഫ്സിനെയും ബലി കഴിപ്പിക്കേണ്ടതുണ്ട്. മുസ്ലിം ഇസ്ലാം പറയുന്നു, നഫ്സ് കോ മാറൂ എന്ന് പറയേണ്ടത്. അത് മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു അത് അവൻ്റെ സ്വന്തം നഫ്സാണ്. മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു നഫ്സാണ് എന്ന്. അവിടുന്ന് മുസ്ലിം പറയുന്നത് ഇന്ന ഫിൽ ജസദി മുസുഖത്തോനും, അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ മുഴുവനും നന്നാവും, അത് കേടുവന്നു കഴിഞ്ഞാൽ മുഴുവനും കേടുവരുമെന്ന് പറയുകയുണ്ടായി. അല വഹിയൽ ഖബ്ൽ, അത് ഹൃദയമാണെന്ന്. മനുഷ്യൻ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് നഫ്സിൻ്റെ നാം വിജയിക്കുക, നമ്മളുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും എങ്ങനെ തിന്മയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താം എന്ന്, ഇതാണ് യഥാർത്ഥത്തിൽ കുർബാനയുടെ ബലിയുടെ അതിൻ്റെ അധ്യാപനം ഇതാണ്. അതായത് മൃഗത്തിൻ്റെ മുകളിൽ കത്തിവെക്കുമ്പോൾ സ്വന്തം വികാരങ്ങളുടെയും സ്വന്തം നഫ്സിൻ്റെയും മുകളിൽ കത്തിവെക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രകടമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള പല ഉപകാരങ്ങളുമുണ്ട്. ഒരു ടെലിഫോൺ കോൾ വരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസമാൻ സാഹിബ് ചോദിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന് ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിഫ് സാഹിബ് ചോദ്യം ചോദിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്, ഹജ്ജിൻ്റെ എന്താണ് ആവശ്യമുള്ളത്? നമ്മുടെ അടുത്ത് നമസ്കാരവും നോമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഹജ്ജിൻ്റെ ആവശ്യം എന്താണ്? മറ്റേത് ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ
ആക്ഷേപിക്കുന്നു. ഹജ്ജ് മക്കയുടെ ഭാഗത്തേക്ക് എന്തുകൊണ്ടാണ്? ജസാക്കല്ലാ. ഇത് സംബന്ധമായിട്ട് ഒരു ചോദ്യം നമ്മൾ മറ്റൊരു സുഹൃത്തിൻ്റെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. തൗക്കീർ അഹമ്മദ് സാഹിബ് ലേക്കിയയിൽ നിന്ന്. അദ്ദേഹം ചോദിക്കുന്നു, ചോദ്യം ഇതാണ്: ഹജ്ജിൻ്റെ എന്താണ് ആവശ്യം? അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളും മറ്റുള്ള ഇബാദത്തും വെച്ചിരിക്കുന്നു. ഇത് മക്കയിലുണ്ടായിരുന്ന കുഫാരിങ്ങളെ അവരുടെ രീതിയായിരുന്നു, അതിന് ഇസ്ലാം സ്വീകരിച്ചതാണോ എന്ന്? യാഥാർത്ഥ്യം ഇതാണ്, നമസ്കാരം മറ്റൊരു ഇബാദത്താണ്, ഹജ്ജ് വേറൊരു ഇബാദത്താണ്, ആരാധനയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ശരിയല്ല. നമസ്കാരമുണ്ടെങ്കിൽ പിന്നെ ഹജ്ജിൻ്റെ എന്താ ആവശ്യമുള്ളതെന്ന് ചോദ്യം ശരിയല്ല. കാരണം രണ്ടും വേറെ വേറെ ആരാധനയാണ്. പിന്നെ ശരീരത്തിന് അതിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹു പല വിധത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും മനുഷ്യന് ഉപകാരമെടുക്കുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്ക് മുന്തിരി ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പഴത്തിൻ്റെ എന്താ ആവശ്യമുള്ളത്? അപ്പോൾ എല്ലാത്തിൽ നിന്നും മനുഷ്യന് ഉപകാരമെടുക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ അള്ളാഹു പല രീതിയിലുള്ള ആരാധനകൾ വെച്ചിരിക്കുന്നു. എല്ലാ ആരാധനത്തിൻ്റെയും അതിൻ്റെ ഒരു ഹിക്മത്തുണ്ട്, ഒരു തത്വമുണ്ട്, അതിൻ്റെ ഒരു ഉപകാരവുമുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ നമസ്കാരമുണ്ട്, അങ്ങനെ ഹജ്ജിൻ്റെ എന്താ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു. മുഹബത്തിൻ്റെ കാര്യം, സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, അള്ളാഹുവിനോടുള്ള സ്നേഹം നാം നമസ്കാരത്തിൽ തീർച്ചയായും ചെയ്യുന്നുണ്ട്. പക്ഷെ മുഹബത്തിൻ്റെ കാര്യം പറയുമ്പോൾ മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, മുഹബത്തിൻ്റെ ആരാധന അത് ഹജ്ജാണെന്ന് പറയുകയുണ്ടായി. ഹജ്ജ് എന്നുള്ളത് ഹജ്ജിലെല്ലാ സ്നേഹത്തിൻ്റെ എല്ലാ രീതികളും അതിലുണ്ട്. തവാഫുണ്ട്, മുഹബത്തിൻ്റെ ഉമ്മക്കലുണ്ട്, അതുപോലെ തന്നെ ബലി കഴിപ്പിക്കലുണ്ട്. ഒരു ആശിക്കാനായി ഭാഗത്താണ് ഹജ്ജ്, ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആരാധനയാണ് ഹജ്ജ് എന്നുള്ളത്. ഇത് മക്കയിലുള്ള കുഫാരിങ്ങളുടെ രീതിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. കുഫാരിങ്ങളുടെ രീതി ആയിരുന്നില്ല, ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്താണ്. ഇത് ശരിയാണ്. മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇതിൽ മുശ്രിക്കീങ്ങൾ തങ്ങളുടെ രീതിയും പല രീതിയിലുള്ള ആചാരങ്ങളും അവർ ചേർത്തിരുന്നു. അതിൻ്റെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം അവിടുത്തെ അധ്യാപനങ്ങളെ മറന്നു കളയുകയുണ്ടായി. അതിൻ്റെ ഫലമായിക്കൊണ്ട് പല രീതിയിലുള്ള ബിംബാരാധനപരമായിട്ടുള്ള പല രീതിയും അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കുഫാരിങ്ങളുടെ രീതിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്താണ്. മറ്റൊരു ടെലിഫോൺ കോൺസിൽ ഈ പരിപാടിയിൽ ചേരുന്നു. നേപ്പാളിൽ നിന്ന് സമീൻ അഹമ്മദ് സാഹിബ് ടെലിഫോണിൽ നിന്ന് ബന്ധപ്പെടുന്നു. നമുക്ക് അദ്ദേഹത്തിന് ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമീൻ അഹമ്മദ് സാഹിബ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം സയ്യിദന ഹുസൂർ അൻവറിൻ്റെ സൗദത്തിൽ അസ്സലാമു അലൈക്കും പറയുകയാണ്. വിനീതിൻ്റെ ചോദ്യം ഇതാണ്: ഇസ്ലാമിൽ ഹജ്ജിൻ്റെ ഒരു കർമ്മമുണ്ട്. ഹജ്ജർ അസ്വദിനെ ഉമ്മവെക്കുക ഉണ്ട്, അതിൽ ജുമറാത്തിന് കല്ലെറിയുന്നുണ്ട്. മറ്റുള്ള മതങ്ങളിൽ ശിർക്ക് പരമായിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മത്തെ എന്തിനാണ് ഇസ്ലാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഇസ്ലാം ഷിർക്കിനെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇത് സംബന്ധമായിട്ട് ഉത്തരം നൽകിയാലും. ജസാക്കുമുല്ലാ. മൗലാന സൈനുദ്ദീൻ ഹമീദ് സാഹിബിന് ചോദിക്കാനാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹജർ അസ്വദിനെ സംബന്ധിച്ച് പല സംശയങ്ങളുമുണ്ട്. പറയുന്നു ഇത് വെള്ളക്കല്ലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ജനങ്ങളുടെ തിന്മ കാരണം അത് കറുത്തുപോയെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഉമ്മച്ചന് കാരണം അത് കറുത്തുപോയെന്ന് പറയുന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മുഴു ലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആദ്യ വീട് അത്
കാബയാണ്, മക്കയിലാണ്. ചരിത്രത്തിലേക്ക് പോകുന്ന ആവശ്യമില്ല. എങ്ങനെയാണ് അതിനെ സ്ഥാപിച്ചതും എല്ലാ കാര്യങ്ങളും. ഹജറെ അസ്വദിൻ്റെ വെക്കുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി ഗോത്രങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായപ്പോൾ, ഫസാദുണ്ടായപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് അത് ഹജർ അസ്വദ് വെച്ച സംഭവം നമുക്കറിയാം. അപ്പം നാം എന്തിനാണ് അതിനെ ഉമ്മ വെക്കുന്നത്? അതൊരു അടയാളമാണ്. അതായത് തവാഫ് ചെയ്ത് അത് ഗ്രൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ ഉമ്മ വെക്കുന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് പല നക്ഷത്രങ്ങൾ അത് കൂട്ടി മുട്ടുമ്പോൾ വലിയ കഷ്ണങ്ങൾ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ അത് കാറ്റിൻ്റെ ആ ഒരു ശക്തി കാരണം അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആകാശത്ത് വീഴുന്നു, അതായത് ഉൽക്കകൾ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് ഇതിനുള്ളത്. ഒരു പ്രത്യേക കല്ല് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, അത് അള്ളാഹു ഇറക്കിയെന്ന്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കാം. കർത്താവിൻ്റെ കാര്യം ഇത് അത് ഹജർ അസ്വദിൽ ഉമ്മ വെക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ടതല്ല. ഒരു സ്നേഹിതൻ്റെ, ഒരു പ്രേമിയുടെ കത്ത് വരുമ്പോൾ നമ്മൾ ഒരു പ്രേമി എന്താണ് ചെയ്യുക? അതിന് ഉമ്മ വെക്കുന്നു, അതിനെ തിരിച്ചു മറിച്ച് നോക്കുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ബഹുമാനിച്ചു, അതിന് ഉമ്മ വെച്ചു. ഉമർ റളിയല്ലാഹു തആലാവിൻ്റെ സംഭവം വരുന്നു. ഹജർ അസ്വദിനെ നോക്കിക്കൊണ്ട് അവിടുന്ന് പറയുകയുണ്ട്, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ഉപകാരവും നൽകില്ല, ഒരു ബുദ്ധിമുട്ടും നൽകില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ഉമ്മ വെച്ചതായി ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഉമ്മ വെക്കുകയില്ല എന്ന്. അപ്പം ഷിർക്കുമായിട്ടതൊരു ബന്ധവുമില്ല, ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണിത്. ഇത് ഹജ്ജ് കർമ്മങ്ങളിൽ അതിന് ബന്ധവുമില്ല. ഒരാൾക്ക് അവസരമില്ലെങ്കിൽ അതിന് ഉമ്മ വെക്കേണ്ട അനിവാര്യവുമില്ല ഹജ്ജിൻ്റെ കാര്യത്തിൽ. മനാസിക് ഹജ്ജ് കർമ്മത്തിൽ ഇതൊരു ഭാഗമല്ല. അത് കൂടുതലുള്ള കാര്യം, അത് ഇഷ്ടമുള്ളവർക്ക്, സൗകര്യമുള്ളവർക്ക് അത് ഉമ്മ വെക്കാവുന്നതാണ്. തൗഹീദിലുള്ള ഒരു വ്യക്തി, തൗഹീദ് ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അതിനൊരു ഷിർക്കായിട്ട് അവന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരിക്കലും ഷിർക്ക് അതിൽ നിന്നുണ്ടാവുന്നില്ല. ഹിന്ദുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ബിംബങ്ങൾ ഉമ്മ വെക്കുക, അതിനോട് ഒരു ചോദിക്കുന്നു അവരവരുടെ ആവശ്യങ്ങൾ. ദൈവമായി അതിനെ കണക്കാക്കുന്നു, അത് ഷിർക്കാണ്. പിന്നെ കല്ലെറിയുന്ന സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, നോക്കുക, ഇത് ഹജ്ജിൻ്റെ ഒരു കർമ്മത്തിൻ്റെ ഭാഗമാണ്. കുർബാനയ്ക്ക് മുന്നേ ജമറാത്തിൽ 3 ഭാഗങ്ങളിൽ ഷൈത്താൻ്റെ, അതായത് അതിൻ്റെ ഒരു അവിടെ കല്ലെറിയുന്നൊരു രീതിയുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ പല വിധത്തിലുള്ള ശൈത്താനിപരമായിട്ടുള്ള വികാരങ്ങളുണ്ടാകുന്നു. ചിലപ്പോൾ ദേഷ്യം വരുന്നു, പല വികാരങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്നു. അതിൻ്റെ ആവേശം അലതല്ലുന്നു. അപ്പോൾ അതിൻ്റെ പ്രകടനം, അവൻ്റെ കയ്യുകാലുകൾ അതിൻ്റെ പ്രകടനമായിട്ട് ചലിക്കുന്നു. ഒരു പ്രാസംഗികൻ ചില സമയത്ത് ചില കാര്യങ്ങൾ ചില സമയത്ത് അതിനെ പ്രത്യേക രീതിയിൽ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ശബ്ദമുയർത്തുന്നു, കൈ ഉയർത്തുന്നു. അപ്പോൾ മനുഷ്യൻ എന്നുള്ളതൊരു സിംബോളിക്കാണ്. ശൈത്താൻ്റെ ഒരു രൂപം കാണിച്ചുകൊണ്ട് പ്രകടമായ രീതിയിൽ പറയുകയുണ്ടായി അതിനെ കല്ലെറിയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശൈത്താനെ, അതിനെ ഈ രീതിയിൽ നിങ്ങൾ കല്ലെറിഞ്ഞൊടിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അത് ശൈത്താനാണ് എന്നല്ല ഒരിക്കലും പറഞ്ഞിരിക്കുന്നത്. വെറും അതിൻ്റെ ഉദ്ദേശം ഇതാണ്: മനുഷ്യൻ തൻ്റെ നഫ്സിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, തെറ്റായിട്ടുള്ള ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവൻ പരിശ്രമിക്കണമെന്നാണ് ഇതിൽ നിന്ന് പാഠം നമുക്ക് ലഭിക്കുന്നത്. ഇതൊരിക്കലും ഷിർക്കല്ല. ജസാക്കുമുല്ലാ തആല. ഇനി അടുത്ത ചോദ്യം മൗലാന മൻസൂർ സാബിനോടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഈ മൃഗങ്ങളുടെ ബലി അതിൻ്റെ
ഇറച്ചിയോ അല്ലെങ്കിൽ മാംസവും രക്തവും അള്ളാഹുലേക്ക് ഒരിക്കലും എത്തുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന് തക്കുവയാണ് എത്തുന്നത്. ല യനാലല്ലാഹ ലുഹൂമഹ വല ദിമാഹുഹ വലാക്കിൻ യനാലു തക്കുവ മിൻകും വലാക്കിൻ യനാലഹു തക്കുവ മിൻകും. ആ ഭയഭക്തിയാണ് അള്ളാഹുലേക്ക് എത്തുന്നത്. ചോദ്യം എന്താണെന്നാൽ അള്ളാഹുലേക്ക് രക്തം എത്തുന്നില്ല, അതൊക്കെ മാംസം എത്തുന്നില്ല. അപ്പോൾ ഈ കുർബാനയുടെ അല്ലെങ്കിൽ ബലികർമ്മത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായി വിവരിച്ചാലും ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യം, ഈ ബലിമൃഗത്തിൻ്റെ മാംസവും രക്തം അള്ളാഹുലേക്ക് എത്തുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ബലി നടത്തുന്നത്? ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പറയുണ്ടായി മാംസവും രക്തവും എത്തുന്നില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു എന്താണ് എത്തുന്നത്. പറയുന്നു വലാക്കിൻ യനാലുഹു തക്വാമിൻ. നിങ്ങളുടെ ഹൃദയത്തിലെ തക്വ, ഭയഭക്തി, അതാണ് അള്ളാഹുലേക്ക് എത്തുന്നത്. ഈ കുർബാനയുടെ ഫലമായി തക്വ ഉണ്ടാകുന്നു. ആ ഭയഭക്തി അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആ തക്വയാണ്, ഭയഭക്തിയാണ് അള്ളാഹുലേക്ക് എത്തുന്നത്. അതിലുള്ള സന്ദേശം ഈ ബലികർമ്മത്തിന് പിന്നിൽ കാണിച്ചു കൂട്ടൽ അല്ലെങ്കിൽ പേര്, പ്രശസ്തി അതൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. മറിച്ച് ആ യഥാർത്ഥ ഭയഭക്തിയാണ് അത് നമുക്ക് ഗുണം നൽകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യം, യഥാർത്ഥം തക്വയാണെങ്കിൽ തക്വയിൽ നാം ഉണ്ടാക്കേണ്ടത് ഒരു മൃഗത്തെ ബലിയേർക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മറുപടി എന്തെന്നാൽ എന്തെല്ലാം വസ്തുക്കൾ അള്ളാഹു ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് എല്ലാം അതിൽ ഒരു തൊലി ഉണ്ടാവും, അതിനുള്ളിലുള്ള കഴമ്പുണ്ടാവും. തൊലിയില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഇബാദത്തിൻ്റെ, ആരാധനകളുടെയും. നമസ്കാരത്തെ നോക്കുകയാണെങ്കിൽ നമസ്കാരത്തിൽ നിൽക്കലും കുനിയലും അതുപോലെ തന്നെ സുജൂദും ഇരിക്കലും എല്ലാം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ അതിൻ്റെ പുറന്തോടാണ്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആത്മീയത, ആ ആത്മീയമായിട്ടുള്ള ആ പ്രഭാവം, അതാണ് അതിൻ്റെ കഴമ്പ്. ബലിയിലും ഇത് തന്നെയാണ് ഉള്ളത്. മൃഗത്തെ അറക്കുക എന്നുള്ളത് അതൊരു തൊലി പോലെയാണ്, പുറന്തോടാണ്. അതിന് പിന്നിൽ, ആ കുർബാനയുടെ പിന്നിൽ ഉള്ള ഒരു വികാരം, ആ ഒരു തക്വ, ഭയഭക്തി, അതാണ് അതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത്. ആ പുറന്തോട് എന്ന് പറയുന്നത്, അതായത് ആ ഇറച്ചി, ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഇത് ഗുണപ്രദമല്ലാതല്ല, ഇത് പാവങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. വർഷം മുഴുവനും ഇത്തരത്തിലുള്ള ഒരു ഉന്നതമായിട്ടുള്ള വില കൂടിയ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല. അവർക്ക് ഭക്ഷണത്തിനുള്ളൊരു അവസരം ലഭിക്കുന്നു. പറയുന്നു ഫക്കുലു മിൻഹ, ആ കുർബാനയുടെ ഇറച്ചിയിൽ നിന്ന് നിങ്ങൾ സ്വയം കഴിക്കുക. വാത്തയമുൽ കാനിയാവല്ലത്തർ, ചോദിക്കാത്തവർ, ചോദിക്കാൻ അവസരമില്ലാത്തവർ, അവർക്കും നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കുക. ചോദിക്കുന്നവർക്കും അവർക്കും നിങ്ങളിത് ഭക്ഷിക്കാൻ കൊടുക്കുക. ഈ മുഅത്തർ, അതായത് ചോദിക്കുന്നവർ, യാചിക്കുന്നവർ, ഈ കുർബാനയുടെ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ ശാഠ്യം പിടിച്ചുകൊണ്ട് പിന്നിൽ കൂടിക്കൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്. വളരെ ശക്തമായ അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. ഇത് കിട്ടിയാൽ ഞങ്ങൾ കഴിക്കാമെന്ന് പറയുന്നു. അവരതിൽ നിന്ന് പ്രയോജനം എടുക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഒരു പുറന്തോട്, അതായത് ഇറച്ചി, ഇത് ദരിദ്രർക്ക് ഗുണം ചെയ്യുന്നതാണ്. ദരിദ്രർക്ക് മാത്രമല്ല, അതുപോലെ അത് മറ്റുള്ളവർ ഭക്ഷിക്കുകയും അതിൻ്റെ ആനന്ദം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പുറന്തോടും കഴമ്പും അതിനെ നമുക്ക് മറ്റു രീതിയിലും പറയാം. ഇസ്ലാമിലുള്ള എല്ലാ ആരാധനകളും അതിന് ഒരു പുറമുണ്ട്, ഒരു അകവുമുണ്ട്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ പുറമേ നിന്ന് കാണുന്നത് അത് പുറന്തോടാണ്. അതിന് പിന്നിലുള്ള ഒരു സന്ദേശം, അതിൻ്റെ തത്വജ്ഞാനം, അതിൻ്റെ ഫിലോസഫി, അതാണ് അതിൻ്റെ ഉൾക്കാമ്പ്. ഹജ്ജിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഹജ്ജിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഉദാഹരണമായി തവാഫ് ചെയ്യുക. തവാഫ് എന്ന് പറഞ്ഞാൽ അത് കുർബാനാവുക. പഴയ കാലഘട്ടത്തിൽ ജനങ്ങൾ രോഗിയുടെ ചുറ്റും തവാഫ് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് രോഗി രക്ഷപ്പെടുമെന്ന് കരുതുന്നു. അതിന് പകരം ഞങ്ങൾ കുർബാനാകുമെന്ന് പറയുന്നുണ്ട്. തവാഫ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധ വീടാണ്. അതിൻ്റെ ആദരവ് നിലനിർത്തുന്നതിനായി ഞാൻ എൻ്റെ ജീവൻ പോലും വിലർപ്പിക്കാൻ തയ്യാറാണ്. ആ ഹജർ അസ്വദിനെ സംബന്ധിച്ച്, അതിന് മുത്തം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അതിലുള്ള സന്ദേശം, എന്തിനാണോ നാം മുത്തം കൊടുക്കുന്നത് അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഇത് മഹത്തായ ഒരു വ്യക്തിത്വമാണ്. ഇത് എന്നിൽ നിന്നും അകന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മീഖാത്ത് ഇബ്രാഹിം അവിടെ ഹാജികൾ നമസ്കരിക്കുന്നു. അതിലുള്ള സന്ദേശം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ആ അനുരാഗത്തിൻ്റെയും ഏതൊരു സ്ഥാനത്താണ് പദവിയിലെത്തിയിരുന്നത്, അതിലെത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സഫ മറുവയിലും ഉള്ള ഓട്ടം, അതിലുള്ള സന്ദേശം ഞാൻ ഹസ്രത്ത് ഹാജറ റളിയല്ലാഹു അൻഹായുടെ കാലടി പിന്തുടരുന്നതാണ്. ഒരു സ്ത്രീയായിക്കൊണ്ട് ഇത്ര വലിയ കുർബാനി നൽകിയിരിക്കുന്നു, ത്യാഗം. ഞാനും ദീനിനു വേണ്ടി എല്ലാ ത്യാഗങ്ങൾക്കും സന്നദ്ധനായിരിക്കുന്നതാണെന്നുള്ള സന്ദേശം നൽകുന്നു. പിന്നീട് കല്ലെറിയുന്നത്, ഷെയ്ത്താൻ കല്ലെറിയുന്നത്, അതിലുള്ള സന്ദേശം ഞാൻ എൻ്റെ നഫ്സിനെ ശൈത്താനികമായ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഞാൻ അകറ്റി നിർത്തുന്നു. പിന്നീട് തലമുണ്ടനം ചെയ്യുന്നു. അതിനുള്ള സന്ദേശം, അതിനുള്ള ഉദ്ദേശം ദീനിനു വേണ്ടി നാം വഖഫായി തീരുക, ദീനിനു വേണ്ടി വഖഫ് ചെയ്യുക, സമർപ്പിക്കുക. അക്കീക്കയുടെ സമയത്ത് മുടി കളയാറുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ തന്നെ മാതാപിതാക്കൾ അവർ ഒരു അംഗീകരിക്കുന്നൊരു കാര്യം, ഈ കുട്ടി ദീനിനു വേണ്ടി ഞാൻ വഖഫ് ചെയ്യുകയാണ്. ഇത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതാണ്. എല്ലാ ആരാധനകൾക്കും ഒരു അകവും പുറവുമുണ്ട്. കുർബാനിക്കും ബലികർമ്മത്തിനും ഒരു അകവും പുറവുമുണ്ട്. മൃഗങ്ങളെ ബലിയെറുക്കുന്നുള്ളത് അത് പുറമാണ്. ആ ബലികർമ്മത്തിന് പിന്നിലുള്ള ആ ഒരു വികാരം, ആ ഒരു തക്വ, ഭയഭക്തി, അതിന് പിന്നിലുള്ള ആ നിയ്യത്ത്, ഉദ്ദേശം, അതിന് പിന്നിലുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു വാഗ്ദാനം, അതെല്ലാം തന്നെയാണ് അതിൻ്റെ യഥാർത്ഥം. ആ ബലികൊടുക്കം നടക്കുന്ന ആൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ ചെയ്യുന്നു. ഈ മൃഗം, എന്നേക്കാൾ ചെറിയ ഒരു മൃഗം, അതിനെ ഞാൻ ബലി നൽകുന്നു. എനിക്കും എനിക്ക് മേലുള്ള ആർക്കും വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്നാൽ ഞാൻ തയ്യാറായിരിക്കുന്നതാണെന്നുള്ള ഒരു അന്നതനെ അറിയിക്കുന്നത്. ദീനിനു വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി എനിക്ക് എൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നാലും ഞാൻ അതിനു വേണ്ടി തയ്യാറായിരിക്കും, ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിരിക്കും എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഇത് വളരെയധികം മഹത്തായിട്ടുള്ള ഒരു വികാരമാണ് ഈ ബലിയെ കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടതാണത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ പറയുകയാണ്, അഹമ്മദി കുർബാനയുടെ ഈ വിഷയത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. മറിച്ച് അവർക്ക് അറിയാവുന്നത് അവരതിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ തലയിൽ വാൾ കിടക്കുകയാണ്. നമ്മൾ ആ മൈതാനത്ത് നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നു നിങ്ങൾ പോവുക, നമ്മുടെ ജീവന അപകടത്തിലാണ്. അവർ പറയുന്നു എനിക്ക് എൻ്റെ ജീവൻ പോലും ഞാൻ പരിഗണിക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം തന്നെ ത്യജിക്കാൻ തന്നെ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാവുന്നതാണ്. ജനങ്ങൾ പറയുന്നു നിങ്ങൾ ഇവിടുന്ന് പോവുക, നിങ്ങളുടെ ജീവന അപകടത്തിലാണ്. പറയുന്നു അള്ളാഹു എന്നെ ഡോക്ടറാക്കിയിരിക്കുകയാണ്, എന്നെ രോഗം ചികിത്സിക്കുന്നതിനാക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സേവിക്കുന്നതാണ്, എൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഞാൻ സേവിക്കുന്നതാണ്. പാവപ്പെട്ടവർക്ക് ഞാൻ സൗജന്യമായി ചികിത്സ നടത്തുന്നതാണ്. ആ മൈതാനത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ്. അവർ ഷഹീദാവുന്നു. അഹമ്മദി ഈ യാഥാർത്ഥ്യത്തെ അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. തൻ്റെ രാജ്യത്തിന് വേണ്ടി ഉള്ള സ്നേഹം അവൻ്റെ ഉണ്ട്. രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം അവൻ്റെ മുന്നിലുണ്ട്. അതിനുവേണ്ടി എല്ലാം സർവ്വം ത്യജിക്കാൻ തയ്യാറാവുന്നു. അള്ളാഹു പറയുന്നു ലഹും ഫിഹാ ഖൈർ, നിങ്ങൾക്ക് ഇതിൽ ഭലായി നന്മയുണ്ട്. എതിരാളികളുടെ എതിർപ്പിൽ വന്നുകൊണ്ട് അതിൽ പ്രഭാവിതരായിക്കൊണ്ട് നിങ്ങൾ ഈ ബലികർമ്മത്തെക്കുറിച്ച് നിങ്ങൾ എതിർപ്പൊന്നും പറയരുത്. മറിച്ച് നിങ്ങൾ ഈ ബലികർമ്മത്തെ നിങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക, അതിനെ നിലനിർത്തിക്കൊണ്ടുപോവുക. ലക്കും ഫിഹാ ഖൈർ, ഇതിലാണ് നിങ്ങൾക്ക് നന്മയുള്ളത്.
ഒരു ചെറിയ ഉദ്ധരണി ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാം കുർബാനിയുടെ ബലികർമ്മത്തിൻ്റെ അതായത് മറ്റ് ഇസ്ലാമിക ആരാധനയെ സംബന്ധിച്ച് അതിൻ്റെ ഫിലോസഫി പറയുന്നു. ഇപ്പോഴുള്ള ചോദ്യം, മാംസവും രക്തവും എത്തുന്നില്ല എങ്കിൽ തഖ്വയാണ് എത്തുന്നത്, അപ്പോൾ പിന്നീട് കുർബാനി ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതുപോലെ നമസ്കാരം, വ്രതം, ഇതെല്ലാം തന്നെ റൂഹിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അത് പുറത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നു, ശരീരം കൊണ്ട് സേവിക്കുന്നവർ അവർക്ക് അതിൻ്റെ പ്രയോജനം എടുക്കാൻ സാധിക്കുന്നതല്ല. അവർക്ക് ആ ആരാധനയുടെ യഥാർത്ഥ വികാരം അറിയിലുണ്ടാവുന്നില്ല. ഇനി അഥവാ ശരീരം കൊണ്ട് മാത്രം പണിയെടുക്കുന്നവർ, റൂഹിനെ ആത്മാവിനെ ഉൾപ്പെടുത്താത്തവർ, അവരൊരു വലിയ തെറ്റിലകപ്പെട്ടിരിക്കുകയാണ്. ഈ യോഗികൾ, സാധുകൾ, സന്യാസിമാർ, അവർ ശാരീരികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്, ആത്മീയത ഒന്നുമില്ല, അവർക്ക് ആത്മീയതയില്ല. അവരുടെ ഇഷ്ടത്തിന് എതിരാണെന്നുണ്ടെങ്കിൽ അവർ അത് അംഗീകരിക്കുന്നില്ല. ഹുസൂർ പറയുന്നു, ഈ സന്യാസിമാർ ഇത്തരത്തിലുള്ളവരാണ്. ശരീരത്തിനും ആത്മാവിനും ഒരു പരസ്പര ബന്ധം അല്ലാഹു വെച്ചിരിക്കുന്നു. ശരീരത്തിൻ്റെ പ്രഭാവം റൂഹിലുണ്ടാകുന്നു, റൂഹിലുള്ള പ്രഭാവം ശരീരത്തിലുണ്ടാകുന്നു. ചുരുക്കത്തിൽ ഈ ആത്മീയം ഭൗതികവുമായിട്ടുള്ളത് ഇത് രണ്ടും ഒരേപോലെ നടന്നുകൊണ്ട് പോകുന്നു. ഈ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോടാണ്. വലിയ പെരുന്നാളിൻ്റെ ഹജ്ജിൻ്റെ അവസരത്തിലും ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്നു. ചില ആൾക്കാരുടെ ആക്ഷേപം ഇതാണ്, ചോദ്യവും ഇതാണ്, മൃഗങ്ങൾ അവർ പാവങ്ങളാണ്, അവർ തെറ്റുമില്ല, എന്തിനാണ് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പല ആൾക്കാരും എല്ലാ കാലഘട്ടത്തിലും മൃഗങ്ങളെ ബലി കഴിക്കുന്നതിനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം ഇതാണ്, ഇസ്ലാമിക അധ്യാപനങ്ങളെ ആക്ഷേപിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ഒരു ആക്ഷേപം ഒരിക്കലും സാധ്യമല്ല. എല്ലാ മതങ്ങളിലും ബലിയെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെയിലും മൃഗബലിയുടെ അധ്യാപനങ്ങളുണ്ടായിരുന്നു. ഞാനൊരു അതിൻ്റെ റെഫറൻസ് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു സമൂഹം എത്രയധികം ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് അടുത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ശത്രുത കാരണം ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടാക്കുകയും അങ്ങനെ മൃഗങ്ങളെ സംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള വിചാരങ്ങൾ അവരിലുണ്ടാക്കുകയുണ്ടായി. പ്രത്യേകപരമായ ചില ആക്ഷേപങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മനുസ്മൃതി ഹിന്ദുക്കളുടെ ഗ്രന്ഥമാണ്. അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. പറയുന്നു, മീനിൻ്റെ മാംസം, പല രീതിയിലുള്ള മൃഗങ്ങളുടെ മാംസം അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, അത് ബലി കഴിപ്പിച്ചാൽ അതിന് ഇത്ര പുണ്യമാണെന്ന്. അതായത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ ബലി കഴിപ്പിക്കുക എന്നുള്ളതിൽ നന്മ ഉണ്ട് എന്ന് മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നു. ഏതുവരെ എന്നാൽ പശുവിനെ ബലി കഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അവിടെ വരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ആക്ഷേപത്തിനൊരു വഴിയേ ഇല്ല. അള്ളാഹു പറയുന്നു, ലിക്കുല്ലി ഉമ്മത്തിൻ ജാലന മനസ്സാക്കാൻ നാസിക്കുഹു ഫലാ യുനസിയുനുക്കുന്ന യുദൂന ഫി റബ്ബിക ഇന്നക ലഅല ഹുദ മുസ്തഖീം. എല്ലാ സമൂഹത്തിനും വേണ്ടിയിട്ടും നാം ബലിയുടെ രീതി തയ്യാറാക്കിയിരിക്കുന്നു. ആ രീതിയിൽ അവർ ബലി കഴിപ്പിക്കുന്നു. അവർ നിങ്ങളുമായിട്ട് ഒരു വിധത്തിലുള്ള കലഹവും ഇത് സംബന്ധമായിട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുർബാനിയെ സംബന്ധിച്ച് മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്നതിൽ അവരെ നശിക്കുകയാണ് എന്ന് പറയുന്നു. മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതാണ്. 1500 വർഷങ്ങളായിട്ട് ബലി കഴിപ്പിക്കപ്പെടുന്നു. അതിനു മുന്നേ പല മതങ്ങളിലും ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതലേ ബലി കഴിപ്പിക്കുന്ന രീതിയുണ്ട്. ശുദ്ധ ഖുർആനിൽ അത് സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ബനി ഇബ്രാഹിം
അതായത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ പുത്രന്മാരെ സംബന്ധിച്ചും 2 മക്കൾ അവർ ബലി കഴിപ്പിച്ചതിനെ സംബന്ധിച്ചും കുർബാനി ചെയ്തതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ വന്നു. ഒരുവൻ്റെ കുർബാനി ബലി അത് സ്വീകരിക്കപ്പെടുകയുണ്ടായി, മറ്റേ ഇവൻ്റെ കുർബാനി സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരുത്തൻ പറയുകയുണ്ടായി ഞാൻ നിന്നെ വധിക്കുന്നതാണ്. അപ്പോൾ കുർബാനിയെ സംബന്ധിച്ച് അവിടെ പറയുകയും ചെയ്യുകയുണ്ടായി, അതിൻ്റെ റൂഹിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. ഇന്നല്ലാഹു യതഖബ്ബലു മിനൽ മുത്തഖീൻ എന്ന് പറയുകയുണ്ടായി. അതായത് മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു കുർബാനി സ്വീകരിക്കുക എന്നുള്ളത്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതലേ ഈ ഒരു കുർബാനി ബലിയത്തിൻ്റെ അധ്യാപനമുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വലഖദ് ബഅസ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ റസൂൽ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം റസൂലിനെ അയച്ചിരിക്കുന്നു. ലികുല്ലി ഉമ്മത്തിൻ ഹാദ്, എല്ലാ സമൂഹങ്ങളിലും എല്ലാ മതങ്ങളുടെയും നേതാവ് അതിനെ തുടങ്ങി വെച്ചത് അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് വന്നവരാണ്, തൗഹീദ് കൊണ്ടുവന്നവരാണ്. അങ്ങനെ മെല്ലെ മെല്ലെ നുബുവത്തിൽ നിന്ന് ദൂരപ്പെട്ടപ്പോൾ അവരിൽ ഷിർക്കും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആചാരങ്ങളും ഉടലെടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയക്കുന്നത്. മാംസം കഴിക്കുന്നതിനെ സംബന്ധിച്ച് അധ്യാപനം എല്ലാ മതങ്ങളുമുണ്ട്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയും ഒരിക്കലും ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള ഒരു വിധത്തിലുള്ള ഇതുമില്ല, ഒരു സാധ്യതയുമില്ല. മൃഗങ്ങൾ മരിക്കുന്നു എന്ന് പറയുന്നു, ഇതും തെറ്റായ കാര്യമാണ്, നശിക്കുന്നു. 1400 വർഷങ്ങളായിട്ട് ഈ ബലി കഴിപ്പിച്ചിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങൾ ബലി കഴിപ്പിക്കുന്നു. എന്നിട്ട് ഒരു വിധത്തിലുള്ള മാംസത്തിനും കുറവുമില്ല, പാലിൻ്റെ കുറവില്ല. അത് ഒരിക്കലും നശിച്ചു തീരുന്നില്ല. അപ്പോൾ അള്ളാഹു ഒരു ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രത്തോളം ബലി കഴിപ്പിക്കുന്നു അത്രത്തോളം അള്ളാഹു ഉണ്ടാക്കുന്നു. അപ്പോൾ ഇനി നാം വിചാരിക്കുകയാണ് മൃഗങ്ങളെ അതിനെ ബലി കഴിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? എത്ര അധികം മൃഗങ്ങളുണ്ടായിരിക്കുമെന്നാൽ അത് പടരുമെന്നാൽ എല്ലായിടത്തും മൃഗങ്ങളും അത് പറന്ന്, അപ്പോൾ എല്ലാ വിധത്തിലുള്ള കാര്യവും അത് നശിക്കുന്നതാണ്, മനുഷ്യൻ ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമമാണ്. ആ പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത് 2 രീതിയിലുള്ള ഭക്ഷണം അവന് ആവശ്യമുണ്ട്. മനുഷ്യൻ, ഇസ്ലാം എന്നുള്ളത് പ്രകൃതത്തിൻ്റെ മതമാണ്, പ്രകൃത മതമാണ്. മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ രീതിയിലാണ് ഇസ്ലാമിക അധ്യാപനം. അപ്പം മനുഷ്യപ്രകൃതത്തിലുണ്ട് എല്ലാ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുണ്ട്. അപ്പം മനുഷ്യൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഭക്ഷണങ്ങളിൽ മാംസം എന്നുള്ളത് വളരെ അനിവാര്യ ഘടകമാണ്. അപ്പം മനുഷ്യൻ്റെ നിർമ്മിതിയും അതിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പല്ല് നോക്കുകയാണെങ്കിൽ കടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട്, മാംസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പല്ലുകളും നാം കാണുന്നു. അവന് സസ്യങ്ങളും കഴിക്കണം, അതുപോലെ തന്നെ മാംസവും കഴിക്കണം. മനുഷ്യൻ്റെ ഭക്ഷണം അത് അവൻ്റെ സ്വഭാവത്തിലും അതിന് പ്രഭാവം ഉണ്ടാകുന്നു, അവൻ്റെ വികാരങ്ങളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. തീർത്തും സസ്യം കഴിക്കുന്ന ആൾക്കാർ, അവരുള്ളിൽ ധൈര്യത്തിൻ്റെ ആ ഒരു വലിയൊരു നല്ലൊരു സിഫത്താണ് ധൈര്യം എന്നുള്ളത്. അത് ചോർന്നു പോകുന്നവരിൽ നിന്ന്. അതുപോലെ തന്നെ വെറും മാംസം മാത്രം കഴിക്കുന്നവർ, അവരിലും പല വിധത്തിലുള്ള തെറ്റും മോശമുള്ള സ്വഭാവം ഉണ്ടാകുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ വളരെ തത്വമുള്ള അധ്യാപനം ഇതാണ്: നിങ്ങൾ മാംസവും കഴിക്കുക, സസ്യവും കഴിക്കുക, പക്ഷെ നിങ്ങൾ അതിര് കടക്കരുത്. മുസ്ലിം ഇസ്ലാമിൻ്റെ ഒരു ഉദാഹരണം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചോദ്യം ഇങ്ങനെയും പറയപ്പെടുന്നു, അതായത് ഇങ്ങനെയുള്ള കുർബാന ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് സമ്പത്ത് ഇത് മുഖാന്തരം കിട്ടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ആട് അല്ലെങ്കിൽ മൃഗം, അത് പല ആൾക്കാർ അത് വിറ്റുകൊണ്ടും അതിൻ്റെ മാംസം അത് കഴിക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് പല വിധത്തിലുള്ള പാവപ്പെട്ട അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് പണം ലഭിക്കുകയും അങ്ങനെ അവർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ മാംസവും പിന്നെ അതിൻ്റെ ബലി കഴിപ്പിച്ചതിന് ശേഷം അത് പാവപ്പെട്ട ജനങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു.
അപ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള ഉപകാരങ്ങളുണ്ട്. ഞാൻ എന്തായാലും മുസ്ലിം ഇസ്ലാമിൻ്റെ ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. മുസ്ലിം ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നു: മനുഷ്യൻ്റെ ഭക്ഷണം അവൻ്റെ സ്വഭാവത്തിൽ എത്രത്തോളം പ്രഭാവം ഉണ്ടാക്കുന്നു എന്നാൽ അവിടുന്ന് പറയുന്നു, ഇസ്ലാമിക ചാനത്തിൽ പറയുന്നു, നമ്മുടെ മുകളിൽ വ്യക്തമാകുന്നത് പല രീതിയിലുള്ള ഭക്ഷണം മനുഷ്യൻ്റെ ബുദ്ധിയിലും ഹൃദയത്തിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആരാണോ ഒരിക്കലും മാംസം കഴിക്കാത്തത്, മെല്ലെ മെല്ലെ അവരിൽ ധൈര്യം എന്നുള്ളത് അവരിൽ നിന്ന് ചോർന്നു പോകുന്നു. ഏതുവരെ എന്നാൽ വളരെയധികം ഭീരുക്കളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നു. അതായത് മൃഗങ്ങളിൽ നിന്ന് പുല്ല് തിന്നുന്ന മൃഗങ്ങൾ, അതിലും നമുക്ക് ഒരിക്കലും ധൈര്യമുള്ള ജീവികളെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സംശയവുമില്ല, മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ അതിന് പ്രഭാവം ചെലുത്തുന്നു. ആരാണോ അതുപോലെ തന്നെ ആരാണോ വെറും മാംസം മാത്രം കഴിക്കുന്നത്, അവരിൽ മൃദുല ഹൃദയത ഉണ്ടാകുന്നില്ല, കഠിനമായി പോകുന്നവരുടെ ഹൃദയം. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ മാംസവും കഴിക്കുക മറ്റുള്ള കാര്യങ്ങളും കഴിക്കുക, പക്ഷേ ഒരിക്കലും ഒന്നിനെ അതിര് കടക്കരുത് എന്ന്. കാരണം അവൻ്റെ സ്വഭാവപരമായിട്ടുള്ള അവസ്ഥയിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ആ ഒരു അതിൻ്റെ പ്രഭാവം അവൻ്റെ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനം ഇതാണ്. അത് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് മനുഷ്യ പ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന് സംബന്ധമായിട്ട് വരുന്ന ആക്ഷേപങ്ങൾ അത് അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ ശത്രുത കൊണ്ടുമായിരുന്നു. ജസാക്കുമുല്ലാ താല. എൻ്റെ അടുത്ത ചോദ്യം മൗലാന മൻസൂർ സാണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, കുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത് നീ പറയുക, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണമെല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കുറച്ച് വിശദീകരണം പറഞ്ഞു തന്നാലും സമയമനുസൃതമായി. ഈ ഒരായത്ത് ഇതിൽ യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ആ മഹാത്മാവ് ലോകത്തോട് പറഞ്ഞത്? തൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ അനുരാഗത്തിൽ എപ്രകാരമാണ് ചേർന്നിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് സ്വയം തന്നെ സമർപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചരിത്രം അത് വിശദീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അംർ ഇബ്നു ഹാരിസ് റളിയല്ലാഹു ബയാൻ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സമയത്ത് ഏതെങ്കിലും ദീനാറോ ദിർഹമോ ഒന്നും തന്നെ വിട്ടിരുന്നില്ല. ഏതെങ്കിലും അടിമയോ ഒന്നും തന്നെ ഉപേക്ഷിച്ചിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു വെളുത്ത കത്തിയും ചില യുദ്ധോപകരണങ്ങളും മാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നത്. പറയുന്നു, കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദക്കായി നൽകിയിരുന്നു. ഇത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോടുള്ള വിരക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിമാരുണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു, മകളും മരുമക്കളും ഉണ്ടായിരുന്നു. സ്വന്തം ആവശ്യത്തിനെങ്കിലും അവർക്ക് വേണ്ടെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്തെങ്കിലും വെക്കാമായിരുന്നു. ഒരു ദിനാറോ ഒരു ദിർഹം പോലും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്നില്ല. അള്ളാഹുവിനുള്ള സ്നേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ദുആ ചെയ്യുന്നു, ഞാൻ നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവേ, നിൻ്റെ സ്നേഹം എനിക്കെൻ്റെ ജീവനേക്കാളും സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും മഹത്തരമാക്കണം. സഹാബാക്കൾ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശേഷ ഗുണങ്ങൾ പറയുമ്പോൾ അതിലൊന്നുണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ തൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടി ഒരിക്കലും പകരം വീട്ടിരുന്നില്ല. സ്വയം ഒരിക്കലും ദേഷ്യപ്പെട്ടിരുന്നില്ല. അതായത് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എപ്പോഴെങ്കിലും പകരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ, ഈ ആയത്തിൻ്റെ വിഷയം. സ്വയം ഒന്നുമല്ല,
തനിക്ക് വേണ്ടി ഒന്നുമല്ല. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ വിഷയം, ഈ ആയത്തിലെ വിഷയം, ഈ ജനത്തെ വിഷയം, അതാണ് യഥാ ഇസ്ലാമിൻ്റെ വിഷയം. ഇസ്ലാമിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അതായത് തൻ്റെ ജീവനും സമ്പത്തും ആദരവും എല്ലാം തന്നെ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. ഭൗതികമായ എല്ലാം തന്നെ, അതിനെല്ലാം തന്നെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുക. ഈ ഒരു വിഷയമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബയ്യത്തിൻ്റെ ആ 5-ാമത്തെ 7-ാമത്തെ നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ളത്. 5-ാമത്തെ നിബന്ധന, എങ്ങനെയുള്ള അവസ്ഥയായാലും, ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് അനുസരണമുള്ളവനായിരിക്കും. യാതൊരു തരത്തിലുള്ള എങ്ങനെയുള്ള വിപത്ത് വന്നാലും ബുദ്ധിമുട്ടുണ്ടായാലും അള്ളാഹുവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല, അള്ളാഹുവിൽ നിന്ന് മുഖം പിന്തിരിക്കുകയില്ല. 7-ാമത്തെ നിബന്ധന, ദീൻ്റെ സേവനം, ഇസ്ലാമിൻ്റെ ആദരവ്, അതിനുവേണ്ടി തൻ്റെ എല്ലാ ഇഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ആയത്തിൻ്റെ വിവക്ഷ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിഷയവും വിവക്ഷയും. അതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ബയ്യത്തിൻ്റെ 5-ാമത്തെയും 7-ാമത്തെയും നിബന്ധനയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭൗതികതയിൽ നിന്നുള്ള വിരക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വയം തന്നെ പരിപൂർണമായും സമർപ്പിക്കുക. ഈ രീതിയിൽ, ഈ നിലയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്പർ അത് ഏറ്റവും മുകളിലാണ്, 1-ാമതാണ്. മറ്റാർക്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നതല്ല. ഇത് ചെറിയൊരു ഉദാഹരണം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഞാൻ പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആടിനെ പോലെ തല നീട്ടിക്കൊടുക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എൻ്റെ ജീവിതവും മരണവും എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു. ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ തല നീട്ടിക്കൊടുക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു ആദരവ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് ഏറ്റവും ആദ്യമുള്ളത്. ഇബ്രാഹിമിന് മറ്റാർക്കും തന്നെ ഇല്ല. ഇതിലേക്ക് തന്നെയാണ് ഇത് പഠിക്കുന്നത്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, എല്ലാ നബികൾക്കും ശേഷം വന്നത് എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള ഈ ഒരു ശബ്ദം അത് മറ്റാരുടെയും നാവിൽ നിന്ന് വന്നില്ല. ഇതാണ് ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞത്. ജസാക്കുമുല്ലാഹു ഹസ്നുൽ ജസാ. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. അവസാനത്തിൽ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാം പരിശുദ്ധവും പവിത്രവുമായ ഏകദൈവ വിശ്വാസമായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമോ അടയാളങ്ങളോ മറ്റ് മതങ്ങളിൽ കാണാൻ സാധ്യമല്ല. മുൻ വേദഗ്രന്ഥങ്ങളിലും ദൈവത്തിൻ്റെ ഏകത്വം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാ പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യവും ഉദ്ദേശവും ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരണമായിരുന്നുവെങ്കിലും തന്നെ ഖാത്തമുൽ അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന രീതിയും മാതൃകയും അതുപോലെ വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി വിവരിച്ച നിലയിലുള്ള ഏകദൈവ വിശ്വാസവും മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ വിശ്വാസം. മൽഫൂസാത്ത് വാല്യം 2 പേജ് 188. പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡുമായി ഞാൻ ഈ വിഷയ സംബന്ധമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് അനുമതി തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया